കാസർഗോഡ് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ള ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയർ നൽകിയിട്ടുള്ള ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 3.5 പതിറ്റാണ്ടിന്റെ പഴക്കമാണുള്ളതെങ്കിലും കാസർഗോഡ് കുമ്പള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിടം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലാണ്. നിർമ്മാണത്തിലെ അപാകത തന്നെ കാരണം. ഈ വ്യാപാര സമുച്ചയത്തിൽ യാത്രക്കാർക്ക് കാത്തിരിപ്പിനായി കുറച്ച് സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് മാത്രം. കെട്ടിടം അപകടനിലയിലായതിനാൽ ഇവിടെ നിന്നും വ്യാപാരികളെ ഒഴിപ്പിക്കണമെന്ന് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഈ മുന്നറിയിപ്പ് വ്യാപാരികളെ അറിയിക്കുക മാത്രമാണ് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും ചെയ്തത്. കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോഴും യാത്രക്കാർ ഉപയോഗിക്കുന്നു. ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പൊളിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് അവർ പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഈ നാട്ടിനകത്ത് അലയടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ ഓരോ ദിവസവും അടർന്നു വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാവുന്ന നിലയിൽ ബലക്ഷയം നേരിടുകയാണ് കുമ്പള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിടം. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലാണ് കുമ്പള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിടം. അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും പഞ്ചായത്ത് ഭരണസമിതിക്കുമായിരിക്കും. ക്യാമറാമാൻ ഷൈജു ബലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.